ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ മോഹൻലാലിനെ 1990-ൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നാലാഞ്ചിറ മാർവിൻസ് കോളേജിന്റെ ക്യാമ്പസിലുള്ള സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അന്നു മുതലേ അദ്ദേഹത്തെ നേരിട്ട് ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ് മാർവിൻസ് കോളേജിന്റെ ക്യാമ്പസ്. ജോഷിയുടെ പടങ്ങളാണെങ്കിലും പ്രേതകഥകൾ, കലിക, ലിസ, വീണ്ടും ലിസ, മോർച്ചറി, ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം, അതുപോലെ സുഗമോ ദേവി, ഇതെല്ലാം മാർവിൻസിന്റെ ക്യാമ്പസിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മോഹൻലാൽ ആദ്യത്തെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ കഴിഞ്ഞ് കിളിക്കൊഞ്ചൽ എന്നൊരു സിനിമ, ഞങ്ങളുടെ ജർമ്മൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഹെഡായിരുന്ന ഒരു ഇഷാക്കിനോട് ചേർന്ന് കിളിക്കൊഞ്ചൽ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കാനായിട്ട് മാർവിൻസ് കോളേജിൽ എത്തിയത് ഇപ്പോഴും ഓർക്കുന്നു. അത് ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്, വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ആ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ 1980-കളിൽ അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ ചുറ്റുപരിസരത്ത് കൂടിയത് ഞങ്ങളൊക്കെ ചെറിയ വിദ്യാർത്ഥികളാണ്. അന്ന് മുതൽ അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ. അന്ന് ശങ്കർ ആയിരുന്നു പ്രധാനപ്പെട്ട നായകൻ. അദ്ദേഹം പല സുഗമോ ദേവിയിലൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ മാർവിൻസ് കോളേജിനകത്ത് വന്നപ്പോൾ ശങ്കറിന്റെ പുറകെയല്ല ഞങ്ങളല്ല. പക്ഷേ ഈ ഒരു വില്ലനായ ഒരു കഥാപാത്രം ഇങ്ങനെയൊന്നും ആവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാര്യം വെച്ചാൽ അന്നത്തെ വില്ലന്മാരെല്ലാം അവിടെ ഒടുങ്ങിപ്പോവാണ് പതിവ്. ഒരു വില്ലൻ കഥാപാത്രം മാത്രം അവതരിപ്പിച്ച് ഒതുങ്ങി പോകുമ്പോൾ മോഹൻലാലിനെ നമ്മൾ അന്ന് ഒരു വില കൊടുക്കാൻ നമുക്ക് മറന്നുപോയി. വാസ്തവത്തിൽ ഒരു വില്ലനായിട്ടൊക്കെ തന്നെയാണ് പല സിനിമകളും മാർവിൻസ് കോളേജിലെ ഷൂട്ടിംഗ്, അതുപോലെ പട്ടം സെന്റ് മേരീസിലെ സ്കൂളിലെ ഷൂട്ടിങ്ങിലും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ പലപ്പോഴും തോളു ചെറിയുള്ള നടത്തവും അദ്ദേഹം പ്രശസ്തനായിട്ടും പലപ്പോഴും ഞങ്ങൾ നേരിട്ട് സെന്റ് മേരീസ് സ്കൂളിലൊക്കെ വെച്ച് ഷൂട്ടിങ്ങിന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനാണ്. ശങ്കറൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ എണ്ണമില്ലാത്ത രീതിയിൽ ശങ്കറൊക്കെ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എഫർട്ട്, അദ്ദേഹം ഒരു വില്ലനായിട്ട് ഒടുങ്ങാതെ ആ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എഫർട്ട്, അദ്ദേഹത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസം, ഇതെല്ലാം കൊണ്ടാണ് അദ്ദേഹം ഉയർന്ന് ഈ ഒരു പൊസിഷനിലെത്തിയത്. അദ്ദേഹം സസ്റ്റൈനബിൾ ആയിരുന്നു. പലപ്പോഴും ശങ്കറൊക്കെ അമേരിക്കയിലേക്കൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ അത്രത്തോളമൊന്നും ആയില്ല. അന്ന് നായകനായ ശങ്കറിനോടൊപ്പം ഒക്കെയാണ് മോഹൻലാലിനെ വെച്ചത്. നമ്മളിതൊന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സസ്റ്റൈനബിളായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് എഫർട്ട് ഇട്ടുകഴിഞ്ഞാലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതിനകത്ത് അത് ഒരു ഫലം ഉണ്ടാവും എന്നുള്ളതിനാണ്. നമുക്ക് പലപ്പോഴും സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ടുണ്ട്. നമ്മുടെ ഓപ്പർച്യൂണിറ്റികളും ത്രെട്ടുകളും അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളും സ്ട്രെങ്തുകളും നമുക്കറിയാം. സ്ട്രെങ്തുകളെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഫലം കാണാതെ പോകില്ലെന്നാണ് മോഹൻലാലിൻ്റെയൊക്കെ അനുഭവം വ്യക്തമാക്കുന്നത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വില്ലൻ കഥാപാത്രത്തിൽ മാത്രം ഒതുങ്ങി പോകാമായിരുന്നു. പക്ഷേ വില്ലൻ കഥാപാത്രത്തിൽ ഒതുങ്ങാതെ അദ്ദേഹം ഇത്തരം ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് കൊടുക്കാവുന്ന ഇന്ത്യയിലെ അത്യുന്നതമായ പരമോന്നത ബഹുമതിയാണ്. അദ്ദേഹം ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ആ വില്ലനായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ട് അദ്ദേഹം ഇത്ര എത്തി. നമ്മൾ അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഭാരതത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. ഭാരതത്തിൻ്റെ പല ഭാഷകളിൽ അദ്ദേഹം അഭിനയിച്ചു. പ്രൈം മിനിസ്റ്ററിൻ്റെ റെക്കോർഡുകളൊക്കെ അദ്ദേഹം മറികടക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തിരുവനന്തപുരത്തുകാരനെന്നുള്ളതിൽ നമുക്ക് എല്ലാ അഭിമാനമുണ്ട്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കണ്ടുപെടുന്ന, പലപ്പോഴും MG കോളേജാണ് അദ്ദേഹം പഠിച്ചത്, മാർവിൻസ് കോളേജ്. അന്ന് മിക്സഡ് കോളേജ് മാർവിൻസ് വേണ്ട അദ്ദേഹം മാർവിൻസ് കോളേജിലേക്ക് ബസ്സിൻ്റെ ഫുട്ബോളിലൊക്കെ തൂങ്ങി വരുമെന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ പറയാറുണ്ടായിരുന്നു, പൂർവ്വ വിദ്യാർത്ഥികൾ. അദ്ദേഹം MG കോളേജ് എന്ന് ഇവിടേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഒരു ഇതാണ്. അദ്ദേഹത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു.